സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെയെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുമോ? പറ്റും. അതിനുള്ള അവസരം ഇന്നും നാളെയും മറ്റന്നാളും മാത്രം. ഈ അടുത്ത കാലം വരെ നമ്മളെല്ലാവരും പഠിച്ചതും കണ്ടതും അറിഞ്ഞതും എല്ലാം സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹങ്ങളുണ്ട് എന്നാണ്. എന്നാൽ അതിൽ നിന്നും പ്ലൂട്ടോയെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒഴിവാക്കി. പ്ലൂട്ടോയെ ഇപ്പോൾ കുള്ളൻ ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ സൂര്യന് ചുറ്റും ഇപ്പോൾ 8 ഗ്രഹങ്ങളാണ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയാൽ മറ്റ് 7 ഗ്രഹങ്ങളെയും ഒരുമിച്ച് കാണാം. പക്ഷേ ഈ അത്യപൂർവ അവസരം ഇന്നും നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ. ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിലെ പ്രശസ്തനായ ഡോക്ടർ റോബർട്ട് മാസിയാണ്. Best way of seeing the planetary parade? You need to start pretty much in twilight as soon as the sun has set, and then you need to look over at Mercury and Saturn over in the west, both very low down. Don't be disappointed if they're hard to pick out. Above them, really very obviously, is Venus. It's the brightest of the planets, absolutely sparkling, you can't miss it. Further round, if you've got a telescope, you can find Neptune and Uranus, but again, you need a telescope for those. And then further round still is Jupiter. That's really bright too. It should be very easy to pick out. And then even further round over in the eastern sky is Mars, and that's got this distinct pinkish reddish colour, so it really stands out too. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെയായി ആകാശത്തേക്ക് നോക്കിയാൽ 7 ഗ്രഹങ്ങളെയും നേർരേഖയിൽ കാണാൻ കഴിയും എന്നാണ് ഡോക്ടർ റോബർട്ട് പറഞ്ഞത്. അതായത് ഈ ദിവസങ്ങളിൽ സൗരയൂഥം മുഴുവനായി നമുക്ക് കാണാൻ കഴിയും എന്നർത്ഥം. ചൊവ്വ, വ്യാഴം, യുറാനസ്, ശുക്രൻ, നെപ്റ്റ്യൂൺ, ബുധൻ, ശനി എന്നീ 7 ഗ്രഹങ്ങളെയും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഈ പ്രതിഭാസത്തെ അദ്ദേഹം വിളിച്ചത് പ്ലാനറ്ററി പരേഡ് എന്നാണ്. എന്നാൽ ഈ 7 ഗ്രഹങ്ങളിൽ ബുധൻ, ശുക്രൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെങ്കിലും ബാക്കി 3 ഗ്രഹങ്ങളെ ഒരു ദൂരദർശിനിയുടെ സഹായത്തോടെ കാണാം. മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭാസം കാണാനുള്ള അവസരം ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ചിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ഡോക്ടർ എഡ്വേർഡ് ബ്ലൂമറും അടിവരയിടുന്നു. ഡോക്ടർ ബ്ലൂമർ പറഞ്ഞത്, നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഭൂമിയുടെ അതേ പരന്ന പ്രതലത്തിൽ തന്നെയാണ് സൂര്യനെ ചുറ്റുന്നത്. എന്നാൽ അവയെല്ലാം വ്യത്യസ്ത വേഗതയിലും ദൂരത്തിലുമാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ വീക്ഷണകോണിൽ നിന്ന് അവ വരിവരിയായി കാണപ്പെടുന്നത് അത്യപൂർവമാണ്. ഇതിനു മുമ്പും ഗ്രഹങ്ങൾ നേർരേഖയിൽ വന്നിട്ടുണ്ടെങ്കിലും ഭൂമിയടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും നേർരേഖയിൽ വരുന്നത് അത്യപൂർവ കാഴ്ചയാണ്. ഈ കാഴ്ചയ്ക്ക് മുന്നോടിയായി ചില മുൻകരുതലുകളും ഡോക്ടർ ബ്ലൂമർ നമ്മളെ ഉപദേശിക്കുന്നു. ആദ്യമായി നാം ചെയ്യേണ്ടത് കുറഞ്ഞത് അരമണിക്കൂർ മുമ്പെങ്കിലും സൂര്യാസ്തമയം വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഈ അരമണിക്കൂറിൽ മൊബൈൽ ഫോണിലേക്കുള്ള നോട്ടം കഴിവതും ഒഴിവാക്കുക. ഇത് നമ്മുടെ കണ്ണുകൾ ഈ ആകാശ വിസ്മയത്തിനായി തയ്യാറാകുന്നതിന് വേണ്ടിയാണ്. ഇതിൽ തന്നെ വ്യാഴാഴ്ചയായിരിക്കും ഏറ്റവും വ്യക്തമായി ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.